അതിലെന്താ ലോക്കൊന്ന് നോക്ക. അതെ, ഓപ്പൺ കുളിമുറി കത്തിട്ടോ. കുളിമുറി മാത്രം പൊളിഞ്ഞാടി. എന്തായി മമ്മ? എന്താ ഞാൻ ഒരുവിധം എറിഞ്ഞു ഓടിപ്പിച്ചിരിക്കണേ. എങ്ങനെ പണിന്റെ ഉള്ളിൽ കേറിയത്? കേറാൻ സുഖാടി, ഇറങ്ങാണ്ട് വയ്ക്കണില്ലല്ലേ? അങ്ങനെ കഴിച്ച് ഒരുപാട് നാളത്തിന് ശേഷം നമ്മൾ ഈ ടാങ്കിൽ വെള്ളം നിറയാൻ പോവാണ്. അതെ, ഇനി ഒരു 2-3 ദിവസം കൊണ്ടുവരാതെ ഇനിയിപ്പോ ഗൈസ് നമുക്ക് പൈപ്പിൽ വെള്ളം തുറന്നാ മതി. അതെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വ്ലോഗ് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് പരിയിൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ് നമ്മളെ ബാത്റൂമിന്റെ വെള്ളത്തിന്റെ കേസ്. അപ്പോൾ അത് ശരിയാക്കണം. പിന്നെ അതേപോലെ തന്നെ ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നാണ് ഈ താത്തനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിക്കണേ. ഇന്ന് അഡ്മിറ്റ് ആക്കിക്കണേ. മിക്കവാറും ഇന്നോ നാളെ ആയിട്ട് താത്താന്റെ ഡെലിവറി ഉണ്ടാവും. അത് ഗൈസ് അടുത്ത മാസമാണ് താത്താന്റെ പ്രസവം. പക്ഷേങ്കിൽ കുട്ടിക്ക് രക്തയോട്ടത്തിന് ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഒരു പെട്ടെന്ന് ഇപ്പോൾ താത്താനക്ക് വേദനക്കുള്ള ഗുളിക കൊടുത്തിട്ട് അവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ഇനി അറിയില്ല, ഇന്നോ നാളെ ആയിട്ട് അവിടെ അലിയാക്കുണ്ട്. ഇന്നോ നാളെ ആയിട്ട് ഡെലിവറി ഉണ്ടാവും. നമുക്ക് നമ്മളെ പണി തുടങ്ങാൻ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ അല്ലേ? പരിപാടി കഴിച്ചിട്ട് വേണം. പൈപ്പ് നമ്മൾ നോക്കിയിട്ടില്ലേ? പൈപ്പ് കഴിച്ച് നമ്മളൊന്ന് വാങ്ങിക്കണേ. ഇനി കുറച്ച് വേറെ അതിന്റെ അപ്പുറത്ത് ഫിറ്റ് ചെയ്യണ കുറച്ച് സാധനം പാടുണ്ട്. പിന്നെ സിമെന്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പെരിയിൽ മറ്റേ ബജ്ജി നന്നാക്കാൻ വേണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കുഴപ്പമില്ല. ഇതിന്റെ പൈപ്പിന്റെ സാധനങ്ങളും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയാൽ മതി. വാങ്ങിയാൽ നേരെ പോകാൻ. പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് കറക്റ്റ് കാണിച്ചു തരാം. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഉദ്ദേശം എന്താണെന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ സാധനം വാങ്ങിയിട്ടാക്കണം. പൈപ്പും പിന്നെ എന്താണ് പശയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണേ. ഇനി കഴിച്ച് നമുക്ക് ചുമര് കുത്തിപ്പൊളിച്ചാലുള്ള സാധനം വേണം. അത് അപ്പുറത്തെ റെന്റിന് കാണാം. അപ്പൊ നമ്മള് അപ്പുറത്തെ വാടക പീടിയിലും പാടെ പോയി നോക്കണം. അവിടെ എന്താ പറഞ്ഞ ചുമര് കുത്തിപ്പൊളിച്ച സാധനം. അപ്പൊ അതും കൂടി വേണ്ടി ഇനി നേരെ പെരി പോയേക്കണം. എന്നിട്ട് പരിപാടി തുടങ്ങാം. നമ്മൾ ഗൈസ് പെരിയിൽ വന്ന് എത്തി. നമ്മള് മറ്റേ കുത്തിപ്പൊളിച്ച സാധനം വേണല്ലേ, അത് റെന്റിന്റെ കടയിൽ പോയേക്ക്. പക്ഷെ കട തുറന്നിട്ടില്ല ഗൈസ്, തോന്നുന്നുണ്ട്. ചോറ് സംഭവിക്കണമെന്നല്ലേ. അപ്പൊ ഇനി എങ്ങനെ കുത്തിപ്പൊളിച്ചാണ് എന്റെ പ്ലാന്? നമുക്ക് കൈ കൊണ്ട് തന്നെ കുത്തിപ്പൊളിക്കാം. ഇവിടെ നമ്മളെ എന്തെങ്കിലും പണ്ടത്തെ വല്ല കമ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കുത്തിപ്പൊളിച്ചേ. ഓക്കെ മമ്മ, ചോറുമ്പി പഴിച്ചിട്ട് കാണാ. ടൈം ഏകദേശം 2 മണിയായി ഗൈസ്. നമ്മള് ഇവിടുന്ന് കുളിച്ച് മാറ്റിയാണ് നേരെ അങ്ങനെ പള്ളിയിൽ പോയിക്കാണേ. എന്നിട്ട് വന്നിട്ട് ചോറുന്നാന്നൊക്കെ വിചാരിച്ചിട്ട് ചോറുന്നാ പോയിക്കാണ്. മീനാണ് പൊരിച്ചാണ്ട് വെച്ചാണ്. ഉറങ്ങ തട്ടടാൻ പോയി നോക്കിരാം. കഴിഞ്ഞോ? ഞാൻ വളമ്പിക്കോളി പൈച്ചുണ്ട്. പണിയുണ്ട്. നമുക്ക് മറ്റേ ഇതില്ലേ കുളിമുറീന് അവിടെയൊക്കെ ശരിയാക്കാണ്ട്. ചോറ് വിളമ്പിയാ മതി, നമുക്ക് പൈച്ചുണ്ട് ഗൈസ്. എന്തായാലും ചോറുന്നല് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടി എടുക്കാന്. വളമ്പല ഇടങ്ങിക്കോളിന്നാ. നിങ്ങൾ ചോറുന്നോ? ചോറുന്നല്ലേ? ഓരൊക്കെ നേരത്തെ ചോറുന്നു. ചോറൊക്കെ വളമ്പിയാണ്ടാക്കണം. ഉമ്മമാക്കണ് ചോറും പാത്രം കൊണ്ടാണ്ട് പോകണ്. ചോറും പാത്രം പ്ലേറ്റും കൂട്ടാനും കറി എടുത്തല്ല, അതും കൂടി എടുക്കട്ടെ. എവിടെ കറി? സാമ്പാർ കറിയുണ്ട് അല്ലേ? സാമ്പാർ. മീൻ ചോറുന്നോ? ഞാൻ കൊറേ നാളത്തെ വേണ്ട. അതെ, ഇനിയെപ്പോഴപ്പ ഇനിയിപ്പോ പണിണ്ടേ. അപ്പൊ പൈച്ചൂലേ? തിന്നോണ്ടി. മമ്മി തിന്നില്ലേ? ഇനി സോഡിയം കുറയണ്ടാണ്ട് കൊണ്ടുപോകാം കേട്ടോ. തിന്നണേന്നല്ല, തിന്നണം, അല്ലെങ്കിൽ സോഡിയം കുറയും. മനസ്സിലായോ? ഡോക്ടർ എന്താ പറഞ്ഞേ? നേരത്തിന് തിന്നണമെന്ന് അല്ലേ? ചിരിച്ചാണല്ലോ പറഞ്ഞത്, കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ വെച്ചോളി, ഇരിക്കി. അങ്ങനെ ഗൈസ്, ചോറൊക്കെ വെച്ച് കഴിഞ്ഞു. ഇവിടെ ഉമ്മ പൂച്ചാക്ക് തീറ്റ കൊടുത്തോണ്ടിരിക്കാണ്. ഇതൊക്കെ തീറ്റാളെ കുട്ടികളാട്ടോ. എന്നാ ബാ തുടങ്ങല്ലേ പരിപാടി തുടങ്ങാം. ഗൈസ്, പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുളിമുറി വരുന്നത്. ഈ കുളിമുറിയും തൊട്ടപ്പുറത്ത് തന്നെ നമ്മളെ ബാത്റൂമുണ്ട്. അതായത് നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഗൈസ് അവിടെ നിന്ന് ഇങ്ങോട്ട് മുക്കി കൊണ്ടുവരലാണ്. പക്ഷേ എങ്കിൽ ഗൈസ് അത് നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? കുറേ കാലമായി അങ്ങനെ. അപ്പോൾ പണ്ട് ഗൈസ് ഇവിടെ കണ്ടങ്ങള് ഇതൊരു വടിയാണ്. അപ്പുറത്ത് ഒരു ടാങ്ക് ഉണ്ട്. അപ്പുറത്തൊരു ടാങ്ക് ഉണ്ട്. അടുത്ത് പിടിച്ചാ അതിലെന്താ ലോക്കൊന്ന് നോക്കാം. അതെ, ഓപ്പൺ കുളിമുറി. ഇത് നമ്മൾ പണ്ട് ഉണ്ടാക്കിയ ടാങ്കാണ്. ഉണ്ടാക്കി അന്നത്തെ അല്ലേ? അപ്പൊ ഗൈസ്, ഇവിടെ അങ്ങോട്ട് ഒരു ഓളുണ്ട്. പക്ഷെ ഇത് ഓള് വലുതാക്കിട്ട് നമുക്ക് ആ PVC പൈപ്പ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കി കൊടുക്കണം. അതായത് ഈ PVC പൈപ്പ് അല്ലേ എന്നോട് കൊള്ളണ്ടേ? ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഗൈസ് നമ്മളെ മൈൻഡിലുള്ളത്. നമുക്ക് എന്തായി തീരുന്നറിയില്ല. സാധനങ്ങളില്ല. എനിക്കൊരു കമ്പി കിട്ടീന്. ഞാൻ പിന്നെ ഈ കമ്പി എടുത്തിട്ട് എവിടെ
ഈ ഒരു സാധനം കൊണ്ട് കഴിച്ച് നമുക്ക് കുത്തിപ്പൊളിച്ച് നോക്കാം. എനിക്ക് ഇവിടെ നിട്ടിയേ അതിൻ്റെ ഉള്ളിലുണ്ടായിനോ തുടങ്ങല്ലേ അമ്മ? ഓക്കെ ആ പൈപ്പ് മൊത്തത്തിൽ മാറ്റണേ. അത് മാറ്റിയിട്ട് ഇത് വെക്കാനാണ് അമ്മ. എന്തിന് അവിടുന്ന് അങ്ങോട്ട് വേടാൻ പറ്റൂല. വലിയ കല്ലല്ലോ മണ്ണും കട്ടയാണ് എനിക്ക് എഴുതി പാടില്ല. ആ വെള്ളം പുറത്തേക്ക് വെച്ചോളി. എങ്ങനെ അതിന്റെ വടി ഇട്ടാണെങ്കിൽ പറഞ്ഞ അങ്ങോട്ട് മേടി വെക്കും. അത് നോക്കാം. അത് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് എടുക്കാം, അല്ലെ അവിടുന്ന് കുത്തിയാണ്ടൊക്കെ എന്തെങ്കിലും കാട്ടാം. നോട്ടെ. ആ വരുന്നുണ്ട്. മമ്മ മാറി അങ്ങോട്ട് വരട്ടെ. നമ്മളൊരു ഭാഗത്തുനിന്ന് കുത്തിപ്പൊളിക്കൽ തുടങ്ങാണ്. ഇവിടുന്ന് തുടങ്ങണേ. അതിന്റെ അവിടെ മറ്റേ ചെറിയൊരു ഓസ് ഉണ്ടല്ലേ, മറ്റേ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പൈപ്പ് ഉണ്ട്. അതൊക്കെ കുത്തിപ്പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം. ഇമ്മ അവിടെ എന്താ കാട്ടണേ? ഉമ്മാന്റെ അടുത്ത് പോയോക്കട്ടെ. ഉമ്മ ചട്ടി കഴിക്കാണെന്നാ പറഞ്ഞത്. അതായത് സിമെന്റ് ഇതാക്കട്ടെ ചട്ടിയില്ലേ, അത് കഴിക്കണം. അതിൽ നാളാക്കിയിട്ടുണ്ടായിനോ? ആ അതിന്റെ മണ്ണുണ്ടാവൂലേ, മണ്ണ് ഇതാക്കിയുണ്ടല്ലേ നമ്മൾ അടുപ്പ് ഇതാക്കിനെ. അപ്പൊ അത് കഴിക്കിട്ട് ഇനി നേരെ സിമെന്റ് ഇതൊക്കെ കൂട്ടിയാണ്ട് കുഴക്കണം. അതിന്റെ പരിപാടി ഉണ്ട്. ഇനി അതാക്കട്ടെ. അപ്പത്തിന് മറ്റവനവിടെ കുത്തി പൊളിച്ചോണ്ട് നിക്കാണ്. എന്ത് മാമ? എന്തേ പെരക്കില്ലാത്ത ഉറപ്പാണല്ലോ ഇതിന്. സിമെന്റ് സിമെന്റ് ഇങ്ങനെ തേക്കല്ലേ. കൊറേ വട്ടം സിമെന്റ് കളിക്കി പറഞ്ഞല്ലേ നമ്മള്. സിമെന്റ് കലക്കി പാരും ഉള്ളിൽ കൂടെ ചോദിനുണ്ട്. നല്ല ടൈറ്റ് ആയിട്ടാ കിടക്കണത്. സിമെന്റ് ഭയങ്കര ഉറപ്പാണ്. സിമെന്റിനോ? ഇത് നമ്മൾ കൊറേ മെനക്കണ്ടിരുന്നല്ലോ. അതിന്റെ അപ്പുറത്ത് എവിടെയും കുത്തണമെന്നോ? ഇത് പൊളിക്കാനാണ് നല്ല ഉറപ്പല്ലേ? അവിടെ പൊളിയൊന്നും വെച്ചറിയില്ല കേട്ടോ. നമ്മള് എപ്പോഴും സിമെന്റ് ഇങ്ങനെ തേച്ചോട്ടിനാണ്. അതായത് ഗൈസ് ലീക്ക് ആയിട്ട് നമ്മൾ ഇടക്കിടക്ക് സിമെന്റ് ഇങ്ങനെ തേച്ചിങ്ങനെ കൊടുത്തീനി. ഇവിടെയും തേച്ച് കൊടുത്തീനി, അപ്പുറത്തെ ഭാഗത്തും തേച്ച് കൊടുത്തീനി. അവിടെയൊക്കെ പൊളിഞ്ഞല്ലേ. ഇതൊക്കെ പിന്നെ നമ്മൾ തേച്ചതാണ്. നമുക്ക് പിന്നെ പൊളിയിൽ തുടങ്ങിക്കണേ. നല്ല പക്കുണ്ടല്ലോ. ഇതൊക്കെ ഉണ്ട് ഗൈസ്. അത് പൊളിഞ്ഞിടക്ക് തന്നെയാണ്. ഉള്ളിലൊക്കെ ആകെ ഇതായിക്കണ, ഓളായിക്കണ. തൊടുമ്പോ തന്നെ പൊളിഞ്ഞു പോയിരുന്നുണ്ട്. അപ്പം ഇനി അത് സിമെന്റ് ഒക്കെ തേച്ചാണ് നല്ല ഓന്ന് ഇതാക്കണം, ലെവലാക്കണം. ആദ്യം കുത്തിപ്പൊളി ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി പരിപാടി എടുക്കാം. അവിടെ ഓട്ടത്തിയാലും മതി. ഇവിടെ ഓട്ടത്തിയാ ഗൈസ്? നേരത്തെ ഉമ്മ കാട്ടി തന്ന ആ സ്ഥലം ഓട്ടത്തിയാണ് പൊളിച്ചാണല്ലോ. അതായത് ഗൈസ് നേരത്തെ ഓട്ട നല്ല ഉറച്ചിക്കണേ. ആ കുത്തി പൊളിച്ചിട്ടുണ്ടെങ്കിൽ മെഷീൻ തന്നെ വേണ്ടി വരും. നമ്മൾ ഈ സാധനം കൂടെ ഒന്നും പൊളിയില്ല. അപ്പൊ വേറെ ഹോൾ ഉണ്ടാക്കാം. ഓട്ട എല്ലായിടത്ത് മേലക്കൊന്നും കൊണ്ട് അവിടെ കോട്ടയാണ്. മൊത്തം എല്ലായിടത്തും ആകെ പോയി കിടക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ടി വരും. പക്ഷെ ഗൈസ് ആദ്യം എന്താ അറിയോ, അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടാണ് വേണ്ടിയത്. ആദ്യം കുറച്ചപ്പുറത്തേക്ക് മാറ്റി കുത്തിയാ അറിയില്ല. അവിടുന്ന് കുത്താൻ ബേക്കൂല അമ്മ. നോക്കട്ടെ. കൈ വയ്ക്കോ? ഉറപ്പില്ല ഗൈസ്. ഇല്ലല്ലോ. ഇവിടെ പോകേണ്ട സാധനം. ആ എന്നാ അവിടെ കുത്തിക്കോ. അതന്നെ വാങ്ങുന്നില്ല. അതിനെ വെറുതെ കുത്തിക്കൊണ്ടിരിക്കണം അമ്മ. മാറ്റി കുത്ത മാറ്റി കുത്താണ്. പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ വന്നു. ആണോ? നോട്ടെ. കറക്റ്റ് അവിടെ. യോ അത് കറക്റ്റായി കിട്ടി ഗൈസ്. ഗൈസ് ആദ്യം നോക്കിയാൽ ആദ്യം നോക്കിയതില്ലേ? അങ്ങനെയല്ല. അപ്പൊ നമ്മള് അതന്നെ കറക്റ്റായി നിന്നൊരു ഗൈസ്. കുഴപ്പമില്ല. ഇപ്പൊ കണ്ടോ ഇത് കണ്ടോ? ഞാൻ കട്ടിയില് തേക്കേണ്ടി വരും ഗൈസ്. നല്ല കെട്ടിട്ട് അല്ലെങ്കിൽ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ അത് പൊളിഞ്ഞു. ഞാൻ പറഞ്ഞിട്ടേ ഇവിടെ നമ്മളെ കോട്ടൺ കേട്ടോ. നല്ല കട്ടി. ഒക്കെ നമുക്ക് തേച്ചു ഇതാക്കണം. ഇതിലിപ്പോ നമ്മള് വെള്ളം നിറച്ചില്ല. മറ്റേ ഇതിലൊക്കെ വെള്ളം നിറച്ച് വെച്ചേന് ബാത്റൂമൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. നല്ല തണുപ്പാ. വെള്ളം ഊത്തുനിന്ന് കുളിച്ച് വറച്ചിട്ടുണ്ടാവും. തണുപ്പാണില്ല കുളിച്ച ടൈം പണ്ട്. ഇപ്പൊ പിന്നെ ഞങ്ങക്ക് ഇതിലൊന്നും കുളിച്ചാൻ പറ്റൂല ഗൈസ്. അതായത് കൈ തട്ടും ഗൈസ്. ഞങ്ങളിപ്പോ ഇതിന്റെ ഉള്ളിൽ കുളിച്ചില്ല. കാരണം എന്താ അറിയോ, ഇതൊന്നും മുക്കി പാരലാണ്. അപ്പൊ പാരുമ്പോ ഇതുമ്പോ കൈ തട്ടിയാണ്ടൊക്കെ മുറിയായിട്ടും അങ്ങനെ ഇതായിനി. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് പുറത്തുനിന്ന് അവിടെ ടാങ്കിൽ നിന്നാണ് ഞാനും മോട്ടറിന് കുളിച്ചല്. മമ്മി ഇതിനുള്ളിൽ തന്നെ. ഇവിടെ പെട്ടെന്ന് ആവണ്ടില്ലേ. ഇവിടെ ഗൈസ് കണ്ടോ, പെട്ടെന്ന് തന്നെ ഗുഹായി. ആ പൈപ്പ് കയറുന്ന വിധത്തിലായി. ഞാൻ അതൊന്ന് ലെവലാക്കി എടുത്തിട്ട് നമുക്ക് പൈപ്പ് അതിൻ്റെ ഉള്ളിൽ വെക്കാം. ഉമ്മ എന്നാ സിമെന്റിന്റെ പരിപാടി തുടങ്ങിക്കോളി. ഉമ്മ സിമെന്റ് ആവശ്യം എടുത്തോ? ഞാൻ ചാക്കോട് തരാം. സിമെന്റും പിന്നെ എന്താ മണലുണ്ടോ? അതോ മണലില്ലോലോ? മണല് കഴിഞ്ഞു. അപ്പൊ നമ്മളെന്ത് ചെയ്യും? മണല് വേണല്ലെങ്കിൽ മണല് വേണ്ടേ? മണലില്ലാതെ തേച്ചിട്ട് കാര്യമുണ്ടോ? മണല് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുമോ ഇനി? മണല് മറ്റേ എംസാന്റെ പാർപ്പൊടി. എവിടുന്ന്? അവിടെ ഉണ്ടോ?
അത് മെറ്റലല്ലേ അവിടെ അല്ലേ നമ്മളെ പേരൻ്റെ അവിടെ അല്ലേ മെറ്റലല്ലേ, മണലില്ലല്ലോ അവിടെ. എന്തായാലും നമുക്കിത് കുത്തി പൊളിച്ചിട്ട് നോക്കാം അടുത്ത പരിപാടി. ഓക്കെ ഗൈസ്, ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നമ്മളെ പുതിയ പെരപ്പണി നടക്കല്ലേ, അവിടെ മണലുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അല്ലേ മമ്മ? ഇല്ലാന്നും വെച്ചാ. അപ്പൊ എന്തായാലും അവിടെ പോയോക്കട്ടെ. ഞാനും മമ്മിയും കൂടെ ഒരു ചാക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോയോക്കട്ടെ. അതിന് ഉമ്മമാനെയും കൊണ്ടിട്ട് ഇത് മണലുണ്ടോ നോക്കാൻ വേണ്ടി പോയിക്കാണ്. ഞാനപ്പത്തിന് ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കുത്തി പൊളിച്ചിട്ട് ഇവിടെ ഫുള്ള് പൊള്ളയുണ്ട് ഗൈസ്. ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ ഒക്കെ ഇളകി പോയിട്ടുണ്ട്. ഇനി ഞാൻ എന്നിട്ട് മറ്റേ ഈ സാധനം എടുത്താണ്ട് ഇങ്ങനെ കുറേ ചുരണ്ടി കുറേ സാധനങ്ങൾ കിട്ടി. പിന്നെ ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ, മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലം മുമ്പ് ഫുള്ള് ഓടാണ്. കണ്ടോ ഈ ഭാഗത്ത് ചില ഭാഗത്ത് ഓട്, പിന്നെ അപ്പുറത്തെ ഭാഗത്ത് ഓട്, ഈ ഭാഗത്ത് പിന്നെ തീരെ ഓടില്ല. പിന്നെ വേറൊരു കാര്യം ഗൈസ്, നമുക്ക് ഈ ഒരു തേക്കാത്ത ചുമര ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പാമ്പുകളുണ്ടാവും. എനിക്ക് ഇന്നലെ രാത്രി ഒരു പാമ്പും കുട്ടിയും കിട്ടി. ഞാൻ അതിനെ അപ്പം തന്നെ തീരുമാനമാക്കി വിട്ടു. ഞാൻ കാണിച്ചു തരാം, അതിൽ ഞാൻ ഒരു ഫോട്ടോ ആഡ് ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ ആ ഒരു പ്രശ്നം പറയുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഇങ്ങോട്ട് ഇടും, അതിൽ കുഴപ്പമില്ല. എന്നാലും നമ്മളിങ്ങനെ കയറി വരുമ്പോഴേ വാതിലൊക്കെ തുറക്കുമ്പോൾ അഥവാ ഇവിടേക്കാണ് ഉണ്ടാവില്ല മെയിനായിട്ട് പാമ്പുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഷീറ്റ് ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മഴക്കാലത്തിന് മഴ പെയ്തപ്പോൾ ഒന്നായിട്ട് ഇടിഞ്ഞ് പൊളിഞ്ഞാടി. അതായത് ഈ ഭാഗം ഇടിഞ്ഞ് പൊളിഞ്ഞാടിയിട്ടുള്ളൂ. ഏത് ഈ ഭാഗം അപ്പം തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞാടിയപ്പോൾ കണ്ടപ്പോൾ നമുക്ക് വെക്കാൻ പലകല്ല. എന്നിട്ട് തന്നെ ഞങ്ങൾ പണ്ട് പ്രാവൻകൂടിൻ്റെയും അതിൻ്റെയും പലകൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഷീറ്റ് ഇട്ട്. പിന്നെ അതങ്ങോട്ട് മൈൻഡ് വെച്ചില്ല, അങ്ങനെയൊക്കെ ഉണ്ടത് പോയി കുഴങ്ങിയിട്ട് കഴിച്ച് സിമ്മ വെള്ളം കളിക്കാൻ വേണ്ടി പോയിക്കണേ. ഓൻ എന്താണോ വരാത്ത കുറച്ച് നേരമായി പോയിട്ട്. എന്താ ടാങ്ക് കളിക്കണേ ഇതാക്കണേ. ഇതാണ് കേട്ടോ മണല് ഇവിടെ ഉണ്ട്. ഉണ്ട് ഇവിടെ ഉണ്ട് കുറച്ച് മണല്. ഇത് ഇനി നേരെ എടുത്താണ്ട് ചാക്കിലാക്കിയാണ്ട് അല്ലേ, അത് ചാക്കിലാക്കിയാണ്ട് എടുത്ത് കൊണ്ടേ പോരെ. 2 ചാക്കുണ്ടല്ലേ, 3 ചാക്കൊക്കെ ഉണ്ട്. ബാക്കിയൊക്കെ ചാക്ക് ഉണ്ട് ഇതേമായിക്ക് ദ്രവിച്ചാണ്ട് പോയിക്കണ്. കണ്ടതൊക്കെ ഇങ്ങനെ പറിച്ച് കഴിഞ്ഞാൽ കണ്ടോ ചാക്ക് ഇങ്ങനെ പോയിരുന്നേക്കണ്. ഒരു മട്ടത്തിൽ എടുക്കണൊക്കെ ഗൈസ്. ഇതൊക്കെ വെച്ചാണ്ട് എങ്ങനെയൊക്കെ ഈ കയറ്റം കയറിട്ടോ. എന്നാ ഞാൻ ഇറങ്ങിക്കോളി. ബാക്കിൽ ഇരുന്നിട്ട് കഴിഞ്ഞിക്കേ. ശരി, ഇനി ഇത് എടുത്താണ്ട് ഞാൻ അവിടെ മോണ്ടതാക്കണേ. എവിടുന്ന കൂട്ടണേ നമ്മള്? അവിടുന്ന് കൂട്ടിയേ വല്ല ഇവിടുത്തെ പണി എന്തായി നോക്കട്ടെ. എന്താടാ ജയിൻ്റെ ഉള്ളിൽ ഇറങ്ങി കുത്തിരുന്നോ? ഫുള്ള് കുത്തിപ്പൊളിയല്ലേ? ഒരു 1.25 ചാക്ക് മണലിട്ടിരിക്കണേ. മതില്ലേ നമ്മള് പണ്ട് ചെറുപ്പത്തിൽ ഇതില് കടന്നീനി. സത്യല്ലേ വളം നിറച്ചിട്ട് ഇപ്പൊ കിടക്കാൻ പറ്റൂലേ? വലിപ്പം നോക്കിയാണ്ടേ ഞാൻ നിന്റെ വലിപ്പം നടക്കായി വന്നിട്ട്. ഇവിടെ എന്തായി? ഇവിടെ പൈപ്പ് ഇങ്ങനെ ഒന്ന് വെച്ചില്ലേ, ഇങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കണേ ഗൈസ്. ഞങ്ങളെന്നാടാ ഇത് കൂട്ടാനായോ? കൂട്ടല്ലേ? കല്ലില്ല പോയി തരിച്ചേണ്ടി വരുമോ? ചെറിയ കുറച്ച് കട്ടില് ഇതാണ് ഇതാണ് അത് തരിച്ചാന് നോട്ടെ ഗൈസ്. എങ്ങനെ തരിച്ചാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തരിച്ചാൻ നോക്കട്ടെ. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കൂട്ടിട്ടാണ് മിക്സ് ചെയ്യാൻ നോക്കാം. എന്ത് വള്ളോ? നല്ല തണുപ്പാണ് ഗൈസ്. ഇങ്ങനെയാണ് സ്നേഹമല്ല അമ്മമാര്. ദാഹിച്ച് കഴിയുമ്പത്തിന് വെള്ളം കൊണ്ടുവരും. ഓനക്ക് കൊണ്ടേ കൊടുക്കി. നല്ല ചൂടുണ്ടല്ലേ? ഒന്നാമത് ഷീറ്റും കൂടി ആയതുകൊണ്ട് ഇവനക്ക് നല്ല ചൂടുണ്ടാവും. കുറച്ചങ്ങോട്ട് ഇട്ടു നമ്മക്ക് കുടിക്കും. തരിച്ചാണ് എന്തേലും ഇതുണ്ട് സാധനങ്ങള്? തരിച്ചില്ല നടക്കൂലടാ. എവിടുന്ന് തരിച്ചാൽ നോക്ക്. അല്ലെങ്കിൽ വെറും സിമെന്റ് മാത്രം ഇട്ടാ. അമ്മമാരുടെ പാല് തരിച്ചാൽ മറ്റേ സാധനല്ലേ? അത് കണ്ട് ചെയ്ത സാധനം അതിലൊന്നും തരിച്ചാ മതി. അതിലെങ്ങനെ കിട്ടുക? മണല് തരിച്ചാൽ കൊണ്ടുവന്ന സാധനമാണ് ഓട്ടപാത്രം. അത് തരിച്ചൊന്നും വേണ്ടടാ. ഇത് നോക്കി നോക്കാം. കാരണം ഈ മണൽ ആദ്യം ഒന്ന് കാണേ. അതാണ് മണല്. ഇതൊന്ന് കൈ കൊടുത്തു നോക്ക്. ജസ്റ്റ് ഒന്ന് തരിച്ചേണ്ടി വരുമോ? അതില് വേസ്റ്റ് മറ്റേ വേരും മറ്റേതൊക്കെ ഉണ്ടാവും. മണ്ണിന്ന് നിന്നൊക്കെ എടുത്തുക. തരിച്ചേണ്ടി വരില്ലേ? ഒരു ചാക്ക് നിലത്ത് വെച്ചിട്ട് കുറച്ച് അങ്ങനെ ഇതാക്കിയാൽ മതി. തരിച്ചണ പാത്രാണ് ഗൈസ്. ഇങ്ങനത്തെ തരിച്ചൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ ഗൈസ്. വാവ് വാവ് വാവ്. വെയിലത്ത് ചുണക്കേണ്ടി വരും ഇനി.
ഉണങ്ങിയിട്ടൊന്നും നമ്മളെ പരിപാടി എടുക്കൂല അപ്പൊ. എടാ പുറത്തുങ്ങാണ്ട് ഇങ്ങനെ വലുതും ചെറുതും ഇങ്ങനെ ആ ഇത് അരിയല്ല കേട്ടോ, അരി ആക്കണ ഉദ്ദേശിച്ചേ. എന്നാലും പോയി അങ്ങനെ നടക്കൂലമ്മ. എന്തായാലും കേസ് അതൊന്ന് നോക്കി നോക്കട്ടെ, എന്തെങ്കിലും മാർഗം ഉണ്ടോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് തേക്കാൻ നോക്കാം. ഗൈസ് അങ്ങനെ നമ്മളൊരു തീരുമാനത്തിലെത്തി. ആ കൊണ്ടുവന്ന മണല് നമുക്ക് അതിൻ്റെ ഒപ്പം ചേർക്കണ്ട, പോയി പാറപ്പൊടി വാങ്ങാൻ എഴുതി. മറ്റേ കൊണ്ടുവന്ന മണല് നമ്മൾ വേസ്റ്റ് ആക്കണില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കേണ്ട പണിയാണിത്. നമ്മളെ വയ്യ ഉണ്ടല്ലേ, വയ്യ ക്ലിയർ ആക്കുമ്പോൾ ഗൈസ് നമുക്ക് ആ മണലെടുക്കാം. എന്നാൽ ഞങ്ങൾ പോയിട്ട് പാറപ്പൊടി വാങ്ങിക്കൊണ്ടേ കേട്ടോ. എന്തായാലും ഗൈസ് എടുക്കുമ്പോൾ നല്ല വൃത്തിക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പണി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഗൈസ് ഒരു ചാക്ക് എംസാൻ്റെയാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചാക്ക് കൊണ്ടുവന്നിട്ടില്ല ഇനി. അപ്പോൾ ഇവിടുന്ന് ഒരു ചാക്ക് ഒപ്പിച്ചു തന്നു. പിന്നെ ഗൈസ് നമ്മൾ ഇത് മാത്രമല്ല, പിന്നെ ഒരു തേക്കണ ഒരു കട്ടിയും വാങ്ങിക്കണം. പിന്നെ അതേപോലെ തന്നെ വാട്ടർ ലീക്കേജ് ആവാനുള്ള ഒരു സാധനം പാടെ, ഒരു ലിക്വിഡ് ഉണ്ട്, അതും പാടെ വാങ്ങിക്കണേ. അത് ഒറ്റയ്ക്ക് എടുക്കൂലേ ജി? ആ എടുത്താൽ മതി. പണിക്കാരാണ് ഇപ്പം പണി എടുക്കണില്ല ഞാൻ കുറെ കമന്റിൽ കണ്ടിന്. പണി എടുപ്പിച്ചിട്ടേ നമ്മൾ അടങ്ങുള്ളൂ. ക്യാമറയുടെ മറവിലാണ്. അതെ, നമ്മള് ഇതാക്കണ സാധനം വാങ്ങിയിട്ട് നേരെ പെരീക്ക് എത്തിക്കണേ. ഇവിടുന്ന് കൂട്ടാടാ, അപ്പുറത്ത് കൊണ്ടോ, അവിടുന്ന് കൂട്ടാ. നമ്മമ്മ ഈ ചാക്ക അപ്പുറത്തേക്ക് എടുത്തളി, ആ സാധനങ്ങൾ എടുത്തളി. അതൊക്കെ നമ്മൾ വാങ്ങി തന്നെ ഉണ്ട് ഗൈസ്. പണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. അടുത്താണ് വന്നിട്ട് ആ കിടക്കി ലീക്ക് ആവാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ടാങ്ക് ഇതാക്കിയിട്ട് ലീക്ക് ആവാക്കല്ലാണ്. എവിടെ കൂട്ടുക, ഇങ്ങോട്ട് വെച്ചുകൊണ്ട് കൂട്ടണം. അത് നമുക്ക് ഇവിടെ ഷീറ്റ് വിരിച്ചിട്ട് ചാക്ക് വിരിച്ചിട്ട് ഇല്ലമ്മ ഈ ഭാഗത്തേക്ക് വെച്ചിട്ടാണ് കൂട്ടാം. കേറിക്കണ്ട, കല്ലിന്ന് മാറ്റി അങ്ങോട്ട് വെക്ക്. അങ്ങനെ ഓക്കെ. ആ പോണു പുറത്തേക്ക്. എന്താണ് അതിൽ വെക്കാനാ? അതും കൂടി വെച്ചാളി. പറ്റും. തലമ തട്ടല്ലോ കേട്ടോ. സിമെന്റ് ആയില്ലേ? ഓക്കെ. ഇത് മതിയാവും? അത് ഇതിന് കൂടുതൽ വേണ്ടിട്ടാ? മതിയാവും, നോക്കി നോക്കല്ലേ. അപ്പൊ ഇതാക്കല്ലേ, സെയിൽ തുടങ്ങിക്കോ. നമുക്ക് മെറ്റലാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. ഇനി സിമെന്റ് ഒരുപാട് വേണ്ടിരോ? അത്രയൊക്കെ വേണ്ടിരോ? അപ്പോ ആണോ? മമ്മാക്കണ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളടുത്ത് ആദ്യത്തെ കരണ്ടിയാണ്. കരണ്ടി അല്ലേ മമ്മ അതിന്റെ പേര്? മറ്റേ ഇപ്പൊ പുതിയ വാങ്ങി. പിന്നെ കുറച്ച് വെള്ളം വരെ. എന്തായാലും ഇത് ഫുള്ള് വേണം. ഫുള്ളല്ല, ഇനി വേണം, ഇനി കൂട്ടേണ്ടി വരും. ഇത് തന്നെ ഇത് തികയില്ല. കുറച്ച് സ്ഥലത്ത് തേക്കുമ്പോ തന്നെ തീരുമാനാവൂലേ? പൈപ്പൊക്കെ വെച്ചില്ലേ? ഒരു ആക്ഷൻ ബ്ലേഡ് പാടെ കൊണ്ടു. ആക്ഷൻ ബ്ലേഡ് എടുത്തണി. ഇവിടെ പൈപ്പ് മുറിച്ചുണ്ട്. അപ്പത്തിന് മോട്ടം എല്ലാ പണിയും ഗൈസ് നമ്മൾ തന്നെയാണ്. നമ്മൾ പുറത്ത് കൊടുക്കണ പരിപാടിയില്ല. പണി അറിയണോണ്ട് പണി ഗൈസ് നമ്മൾ തന്നെ എടുക്കും. അതെ, ഓക്കെ കഴിഞ്ഞു. അളവ് ഓക്കെ അല്ലേ? അതിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ട് വെക്കുക. ബാക്കി പരിപാടി കഴിക്കാം. അതിന് മുമ്പ് ആദ്യം ഒട്ടിക്കണം. ഇത് മറ്റേ സാധനല്ലേ? നല്ല സ്മെല്ലുണ്ടല്ലേ? പൊട്ടിയോ? പെട്ടെന്ന് പൈപ്പ് പെട്ടെന്ന് ഇട്ട് നോക്കിയടാ. അതൊക്കെ ആയി. പൈപ്പ് എന്തായാലും ഗൈസ് സെറ്റായി. ഇനി മറ്റേ ലാസ്റ്റ് വെക്കാന്ന് വെച്ച് പറഞ്ഞേ. മമ്മ വെള്ളം ഒഴിച്ചല്ലോ ഇതിന്റെ. ഇതാണ് പൈപ്പ് ഇട്ടോ. അതാണ് നമ്മൾ വാങ്ങിയ പൈപ്പ്. സെറ്റായില്ലേ? ഓക്കെ. പൈപ്പ് എങ്ങനെയുണ്ട് മമ്മ? നല്ല പൈപ്പ്, നല്ല പൈപ്പ്, രസമുണ്ട്. നാളുണ്ടതിനെ വേറെ പൈപ്പാണ്. പെട്ടെന്ന് പൊട്ടുന്ന സാധനം. കുറച്ച് മുമ്പൊക്കെയോ? എന്നാലും കടന്നോട്ടെ, ഉണ്ടായിക്കോട്ടെ അല്ലേ? കുറച്ച് മുമ്പൊക്കെ ഉണ്ടായിക്കോട്ടെ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗൈസ് വെച്ച് കഴിയുമ്പോ. ബക്കറ്റ് പോവുള്ളൂ. ബക്കറ്റൊക്കെ അത്യാവശ്യം വലിപ്പല്ലേ? ഇത്രേ പോവുള്ളൂ. അല്ലെങ്കിൽ കുറച്ചൊരു നിർത്തുകയാണെങ്കിൽ അത്രയും നന്നു. ഇതുവരെ കിട്ടിയാൽ
നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്താം. അപ്പൊ കുറച്ച് കുത്തി പൊളിച്ചേണ്ടി വരുന്നുള്ളൂ. മറ്റേ തട്ട് തട്ടൂല. നമുക്ക് അങ്ങനെ ആക്കി വെക്കാം. എന്നാലേ ഉമ്മ അവിടെ എന്നാ സിമെന്റ് കൂട്ടി. നമ്മമ്മ സിമെന്റ് കൂട്ടിക്കോളി. രണ്ടാൾക്കാർ ആദ്യം ഇവിടെ പണി നോക്കിക്കോളി. അല്ല ഇത് ഉള്ളത്തെ മാറിന്റെ ഉമ്മ അതിന്റെ ഉള്ളത്തെ വായിട്ടല്ലേ ഉമ്മ സിമെന്റ് കൂട്ടിക്കളി. ഞാനപ്പോ കുത്തി പൊളിച്ചോട്ടെ. ഓക്കെ, 3 ആൾക്കും ഓരോരോ പണി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇമ്മമ്മ ഇത് കുഴച്ചാ മതി. വെള്ളം ഇതാക്കിയിട്ട് ഉമ്മ സെറ്റ് ആയിക്കോളി. ഉമ്മ അപ്പത്തിന് അതിൻ്റെ ഉള്ളിലെ വേസ്റ്റ് മറ്റേ സാധനങ്ങൾ ഇതാക്കണം ഗൈസ്. മാക്കിലെ പണി എന്തറിയോ ഇവിടെ കണ്ടോ, ഇതിനുള്ളിൽ ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ടോ, ഇതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക. ഇവിടെ ഗൈസ് വെള്ളം പോയാണ്ട് ഇവിടെ മണ്ണാണ്, അതൊക്കെ ആകെ കുണ്ടു കുഞ്ചൊക്കെ കിടക്കണം. അപ്പൊ അതിക്കൂടെ ആ വേസ്റ്റ് ഇടാ വെച്ചിട്ടാ തീർച്ചയായും അധികം മമ്മ ഗൈസ് വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയിലാണ്. ഇനി വെള്ളം ഒഴിച്ചോളി, വെള്ളം ഒഴിച്ചോളി. അയ്യോ ടൈം എടുക്കുക കുറേ ആവാന്, എല്ലായിടത്തും പോവാന്. മമ്മ മിക്സാക്കി ഇങ്ങനെ കൊണ്ടുവരണല്ലേ. മമ്മ ഇപ്പത്തിനോടെ മിക്സ് ആക്കുന്നുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് മൗണ്ടൻ്റെ അവിടെ പോയേക്കാം. എന്താടാ ഓക്കെ അല്ലേ? അതൊക്കെ കൈസ് ഇപ്പൊ നോക്കിയത് ഇപ്പൊ കുറച്ചുകൂടി ഉള്ളിക്കായി. മറ്റേ എന്താ പറയാ, നമുക്ക് ഇവിടെ ആകെ കുറച്ച് സ്പേസ് ഉള്ളു, നടക്കാല്ലേ. തട്ടൂലേ, തട്ടിയിട്ട് പൊട്ടന്ന് കുറച്ച് ഉള്ളിക്കാക്കി. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി. ഇവിടെ എന്താ അമ്മ വട്ടം അത് ഒന്ന് കട്ട് ചെയ്യണം ഇങ്ങോട്ട്. കുറച്ച് കട്ട് ചെയ്യണം. കുറച്ച് കട്ട് ചെയ്യില്ല. മമ്മ ആക്കണം ഇവിടെ മിക്സ് ചെയ്ത് ഏകദേശം സെറ്റ് ആയിക്കൊണ്ട് നിൽക്കണം ഗൈസ്. അത് അങ്ങനെ മുറിച്ച് ലെവലാക്കി ഇനി ഇവിടെ മൊത്തം ക്ലീൻ ആക്കല്ലേ, വെള്ളം ഒഴിച്ചാണ്ട് ക്ലീൻ ആക്കാം. വെള്ളം ആക്കിയിട്ട് കഴിച്ച് ഒന്ന് പുതിർത്തി വെക്കട്ടെ. കൊറേ കാലം മുമ്പുള്ളതല്ലേ, പിന്നെ കൊറേ പൊട്ടിച്ച് താക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ ഇവിടുന്ന് ഇളകി പോയിരുന്നേക്കുന്ന അവിടെ നല്ലൊരു പണി എടുക്കേണ്ടി വരില്ലേ. ഞാൻ പറഞ്ഞത് ഒന്നും തികയില്ല. അതിനെ ആക്കണ്ട് മമ്മ ആക്കണവിടെ കൂടുതൽ മറ്റേയും കൂടി മിക്സ് ആക്കി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കാൻ നോക്കിയാ പുറത്തേക്ക് വരുന്നത് ചളി ചളിയില്ല, അതിനെ കട്ട. ഇത് മിക്സ് ആക്കി കഴിഞ്ഞു. ഇതാക്കണ എടുത്ത് തുടങ്ങിയ നമ്മള് തേക്കൽ തുടങ്ങിയല്ലടാ. തേക്കാണെന്ന് അറിയില്ല കഴിച്ചാണ്ട് അവിടെ തേക്ക് തന്നെ. മമ്മിയും തേക്കല്ലേ? എല്ലാരും ഉണ്ട് തേക്ക് തന്നെ അല്ലേ. നല്ല പിന്നെ എന്താ ഞാൻ പറയുമ്പോ ഇവിടെ നമ്മൾ കുത്തി പൊളിച്ചേണ്ടിയിരുന്നു തോന്നുന്നുണ്ട്. ആണോ? സിമെന്റ് മുകളിൽ തേക്കലാക്കൂല. കുത്തി പൊളിച്ചാലേ ഇപ്പൊ ഇതാകെ പൊളിഞ്ഞാട് എടാ സിമെന്റ് മുകളിൽ നിക്കൂലല്ലേ. സിമെന്റ് മുകളിൽ നിൽക്കാൻ ചാൻസ് ഉണ്ടാവില്ല. ഇത് കാരണം നല്ല കട്ടിയിൽ നിൽക്കേണ്ടിയല്ലേ. ഞാൻ പറയുമ്പോ ഇവിടെ ഇങ്ങനെ നിനക്ക് ആദ്യം ആ സിമെന്റ് ഇന്ന് തന്നെ എടുക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആട്ടെ ഗൈസ്. അതിന് ഇവിടെ നല്ല കട്ടിയിൽ ഇടണം. ഇതുണ്ടല്ലേ ഈ ഒരു ലെവലിൽ ആ ഒരു കട്ടിയിൽ കിട്ടണം. ഇപ്പൊ കുത്തിപ്പൊളി നടക്കട്ടെ വീണ്ടും ഗൈസ്. ഇതേ മൈക്ക് കുത്തി പൊളിക്കട്ടെ കേട്ടോ. ആ സിമെന്റ് മൊത്തം കളയലടാ. അതിന്മ കിടക്കണ സിമെന്റ് മൊത്തത്തിലാണ് കളയട്ടെ. അതല്ലേ പണ്ടത്തല്ലേ. കൈയെടുത്ത കൈമ കുത്തണ്ട. ബാക്കിയൊക്കെ പിന്നെ കാണുക ഗൈസ് ചുടുകട്ടയാണ്. അതായത് നമ്മളെ പെരമ്പല്ല അതേമയത്ത് ചുടുകട്ടയാണത്. ഈ ഭാഗത്തല്ലേ ഇത് കുഴപ്പമില്ല. നമ്മക്ക് നല്ലോണം പണിയതേ ഗൈസ്. തൊട്ടാ നിക്കാണ് ഗൈസ് ഇളകി പോരാണ്ട്. കത്തിന്റെ എടുത്തോണ്ടാണ് അന്ന കഴിച്ച് വണ്ടിയാ മതി. കത്തിട്ടടാ കുളിമുറി മാത്രം ഒന്നാ പൊളിഞ്ഞാടി. അല്ല അതായത് സുഖമായില്ലപ്പോ. ഈ ഒരു സാധനം ഒടുങ്ങാട്ടോ. ഇത്രയും സാധനങ്ങൾ കിട്ടിയത് ഇപ്പൊ കുത്തിപ്പൊളിച്ച് കിട്ടിയതാണ്. അതേപോലെ ഒക്കെ തേച്ച് സെറ്റപ്പ് ആക്കണം. അമ്മ അവിടെ സിമെന്റ് കട്ട പിടിച്ചാക്കാൻ വേണ്ടിട്ട് വെള്ളം കൂട്ടി ഇങ്ങനെ കാട്ടുന്നുണ്ട്. പെട്ടെന്ന് നോക്കാം. പുതിയ സിമെന്റ് ആണ്, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയാണ്. അത് കഴിഞ്ഞമ്മ എന്നാൽ കഴിഞ്ഞ വെള്ളം നനച്ചിട്ട് വേഗം ഇതാക്കാന്. ഞാനോ വാടാ പരിപാടി തുടങ്ങട്ടെ കഴിച്ചു. വേഗം തുടങ്ങട്ടെ. നല്ലോണം പറഞ്ഞടാ. ഒരു ഭാര്യ മണ്ണായാലോ. അപ്പുറത്തൊന്ന് പോയി നോക്കിയോ. അപ്പുറത്തോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞടിക്കണോ? ഇല്ലല്ലോ അവിടെ കുഴപ്പമില്ല ഗൈസ്. ആ മണ്ണിന്റെ കട്ടൊക്കെ നന്നായിട്ട് പൊളിഞ്ഞു വരുന്നേക്കണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ തുള്ളി വെള്ളം പറഞ്ഞ അപ്പുറത്തേക്ക് നമ്മളാ ഓവില്ലേ സിമെന്റ് എടുത്താണിമ്മ തേക്കിൽ തുടങ്ങട്ടെ.
ഇതിന്റെ ഉള്ളില് ചാക്കം തേട്ടാത് എന്നിട്ടോ പിന്നെ ഈ തളിക്ക് ഇങ്ങനെ തെറിച്ചൂല. ഒരു കാഴ്ചാക്കണ്ടി കൊണ്ടു അത് നല്ലൊരു മുന്നേറ്റാണ്. ഒരു ചാക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വിരിച്ചാൽ മതിയല്ലോ. ഈ ചാക്ക എന്താ വെച്ചാ സിമെന്റ് എടുത്താ ഇവിടെ തന്നെ ആക്കണം. കട്ട പിടിച്ചോ നോക്കണം. ഇല്ലല്ലോ. ഏതോ വണ്ടി പുതിയ വേണോ ഏതോ പണി തുടങ്ങാം ഗൈസ്. പണി തുടങ്ങാൻ പോകുന്നു. നമ്മളിത് പിടിച്ചു നോക്കിയോട്ടെ. ഉണ്ട്. ആ പിടിച്ചു. ബാക്കി ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കാനും ശരിയായിക്കോളൂല്ലേ. കുഴപ്പമില്ല. അവിടെ ഇവിടെ കേട്ട് ഇങ്ങനെ നിൽക്കണ്ട്. നിൽക്കാൻ ഗ്യാപ്പില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ നിക്കണുണ്ട്. ഇതോട് പാക്കാനായോ? അങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടിരിക്കണ ആൾക്കാരാക്കണേ. അങ്ങനെയൊക്കെയല്ലേ. പൊട്ടുണ്ടോ? എങ്ങനെയാ അത് പടക്കട്ടെ. ഇപ്പൊ നേരത്തെ ആക്കിയും കൂടി പറഞ്ഞു തന്നോ? ഇത് എങ്ങനെയാണോ തേക്കല്? അധികം ഗ്യാപ്പിലെടുത്തൊക്കെ അങ്ങനെ കയറ്റി വെക്ക്. കൈ കൊണ്ടാക്കി വെക്ക ആദ്യം. കൈ കൊണ്ടാക്കി പൊള്ളുന്നില്ലല്ലോ മമ്മ. അപ്പൊ പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇത് നിക്കാനും ഗ്യാപ്പില്ല. അങ്ങനെ തന്നെ ആക്കിക്കോ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഇമ്മമ്മ വള്ളം പാർന്ന് വെച്ചും ചെയ്തു. ഉമ്മമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്ക. ഇവിടെ ഇരുന്നിട്ട് ഇത് ഒട്ടണില്ല. ഒട്ടുണ്ട് കുഴപ്പമില്ല. കൈ കൊണ്ടാക്കുമ്പോ കുട്ടിയെ അമർത്തി ഇങ്ങനെ കൊണ്ടോ അത് വരുന്നില്ലമ്മ. അതേ മയക്കിട്ട് പോരണത്. അല്ലെങ്കിൽ എറിഞ്ഞു പിടിപ്പിച്ചേ പല്ലാക്കവിടെ പല്ലാക്കുഞ്ഞേ മറന്നോ ഒരാളെ എല്ലാരും കൂടി ഇതിന്റെ ഉള്ളിലേക്കല്ലേ. എറിഞ്ഞു പിടിച്ച് നിൽക്കണ്ടല്ലേ. അപ്പൊ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിലാക്കണം. ഓവറായിട്ട് അടിച്ചണ്ട. അതേ മയക്ക് ഇങ്ങോട്ട് പോരൊക്കെ അടിയനാക്കി പോകണ്ടിയെ അടിയെന്ന് ഇങ്ങനെ കുട്ടിയെ അതിന്റെ സിമെന്റ് ഇങ്ങനെ വെതറിക്കളാ. തേപ്പേരൊക്കെ കാട്ടിലുണ്ട്. അത് ഞാൻ കണ്ടിക്കണ്. സിമെന്റ് ഇങ്ങനെ വെതറി തേക്കാലോ. ബാങ്ക് കൊടുക്കണ്ട് ഗൈസ്. ഇമ്മമ്മ കയറാൻ പോവാണ്. നോക്കി കേറി പൊളിഞ്ഞാടില്ലേ. അവിടെ സിമെന്റ് പിടിച്ച് നിക്കണില്ല. ഉമ്മമ്മ പറഞ്ഞ മൈക്ക് ചെയ്തപ്പോ ഇപ്പൊ നിന്നെ കാല് കൊള്ളു. സാരമാണോ ചെരുപ്പുണ്ടേ ചെരുപ്പരി ഇതേ ഇതവിടെ ഇട്ട് അവിടെ ഇരുന്ന് കാട് കാട്ടിയോക്കാണ്. പക്ഷെ എന്താ ഇതിനുള്ളിൽ ഇരിക്കാൻ വീതിയില്ലാത്തോണ്ടാണ് ഗൈസ്. കാണുമ്പോ വലിയ എന്താണ് കാല് മടക്കിയിരിക്കാൻ പറ്റൂല. പിന്നെ എന്താണിട്ടാണ് കേറിയത്? ആ സിമെന്റ് എടുത്തോ. ആ പൊടിയുണ്ട് ആ സിമെന്റ് പൊടി എടുത്തു കൊടുത്താ. സിമ്മമ്മ പറഞ്ഞ ഐഡിയ ആ അടക്കല്ലേ മമ്മ. മണ്ടി കയറി ആ പൊത്ത അടച്ചിക്കണേ. ആയിക്കൂടെയാണ് നമുക്ക് പൈപ്പ് വേണ്ടിയത്. ആ പൊത്ത അടക്കാൻ കയറിയ അങ്ങനെ കാട്ടി. ഇങ്ങനെ കാട്ടിട്ടുണ്ടോ? വെള്ളാക്കണ്ടേ നോക്ക നമ്മള് ഇവിടെ ഇപ്പൊ ഞാൻ അങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടോ ഗൈസ്. കൈ കൊണ്ട് പിടിപ്പിച്ച് വെച്ചാണ്. പക്ഷെ കൈ നീർന്നുണ്ട്. ഇപ്പൊ വേണ്ട കുറച്ച് വെച്ചേക്കാനുണ്ട് ഉറക്കൂലേ. കൈ കഴിഞ്ഞിട്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ കീസ് ഇട്ടി ഇപ്പൊ തന്നെ ഇല്ലടാ. കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നു. ഒറ്റടിക്കൊന്നും വെക്കൂല. ടെക്നോളജി മമ്മക്ക് നിക്കാൻ വയ്ക്കണ്ട അതിന്റെ ഉള്ളിൽ ഗൈസ്. ഇങ്ങനെ കാണണം. ഈമ കേറിയിരുന്നു. നിക്കാണ് വയ്ക്കണ്ട വയ്ക്കാൻ കയ്യില് നിസ്കാരം ഞാൻ എടുത്ത് ചൂടി നമുക്ക് വേണ്ടി. എന്തായി മമ്മ? എന്താ ഞാൻ ഒരുമിട്ട് എറിഞ്ഞു ഒടിപ്പിച്ചിരിക്കണേ. ഒരു വിധത്തിലൊക്കെ ആക്കി വെച്ചിരുന്നല്ലേ. ഒതുങ്ങട്ടെ ഒന്നിട്ട് വലിഞ്ഞിട്ടേ നമുക്ക് മമ്മ ഇറങ്ങാനാ? കിട്ടോ. എങ്ങനെ പതിനെട്ട് ഉള്ളിൽ കേറിയത്? കേറാൻ സുഖാണി. ഇറങ്ങാണ്ട് വയ്ക്കണില്ലല്ലേ. ഒരു വിധത്തില് മമ്മ ഇങ്ങനെ ആക്കി വെച്ചിക്കണ്. ശരിയാണല്ലേ നിങ്ങളെ ദിവസം വെള്ളാക്കണം കുഞ്ഞവിടെ.
അവിടെ ഇല്ല പൊടിയുടെ തന്നെ വെള്ളമാണ്. ആ ഓട്ട എവിടെ നോക്കിട്ടോ? ഓട്ട ഇവിടെ അല്ലേ? ഇതാണ്ടേ. അവിടെ തിരുവണ്ടിടാ പൊടി അറിയും. നിക്കണ്ട് ഞാൻ കുറച്ച് പൊടിയായിട്ട് അറിയും. അവിടെ ക്ലിയർ ആവുന്നുണ്ട്. സിമെന്റ് ആയോ? അല്ലാ ചെരുപ്പിട്ടിട്ടില്ലേ? കാലടി പൊള്ളൂരോ? സിമെന്റ് അവിടെ ആയിക്കൊണ്ടിരിക്ക. മമ്മ ഇതായിക്കൊണ്ടിരിക്കണല്ലോ. ഹൈല് കാലിട്ടോ. കാല് പൊള്ളുണ്ട് സിമെന്റ് ആണേ. അങ്ങനെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ വട്ടാണല്ലേ മമ്മ? ഫുള്ള് കഴിഞ്ഞൂലേ? ഞാൻ കാട്ടിത്തരാ ഗൈസ്. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചാണ്. ഒരു ഗ്ലൗ ഒക്കെ ഇട്ടുണ്ടോ? ഗ്ലൗ ഒക്കെ തേച്ചാണ്ട് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിക്കണ്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി മൗണ്ടൻ ആക്കണ്ട്. എന്താടാ ഇവിടെ കഴിഞ്ഞോ? ഇവിടെ വെക്കണ് തേച്ചാണ്ട് ഇവിടെ സെറ്റ് ആക്കിക്കണ്. 2 ഗ്ലൗ ഇട്ടിക്കണ്. അപ്പൊ അതുകൊണ്ട് സുഖമായി, കൈ പൊള്ളാതെ. മെനക്കെട്ടൊരു പണി കഴിഞ്ഞിട്ടൊന്ന് എപ്പൊ തുടങ്ങിയാണ്? കൊറേ നേരമായി തുടങ്ങിയിട്ട്. ഉച്ചക്ക് തുടങ്ങിയാണ്. ഇപ്പൊ ഏകദേശം 5:30 ഏത് അത് കുഴപ്പമില്ല. നമുക്ക് അവിടെ ചുമരുമ്പോ എവിടെയെങ്കിലും തേച്ചളി. അയിമ തേച്ചളിന്നാ എവിടെയെങ്കിലും തേച്ചളി. അത് ശരി. നിന്റെ ഗ്ലൗവും വേണം. ഈ ഗ്ലൗ ഇട്ടോ. മമ്മ കഴിഞ്ഞോ? മമ്മന്റെ മേത്ത് സിമെന്റ് അല്ലല്ലോ. ആ ഭാഗത്തേക്ക് പോയിട്ടില്ലല്ലേ? തേക്കണ ഭാഗത്തേക്ക് പോയിട്ടില്ലല്ലേ മമ്മ? അല്ലടാ, ഞാൻ സിമെന്റ് കണ്ടിട്ട് മമ്മനെ കളിയാക്കിയാണേ. ഉണ്ടായോണ്ടാണ് ആ പണിയോടെ കഴിഞ്ഞത്. അതല്ല, ഞാൻ മമ്മനെ ആക്കിയാണ്. മമ്മനെ മേത്ത് തീരല്ലാണ്ട് നോക്കിയ ഇത് കണ്ടിട്ട് എങ്ങനെ നോക്കി. മമ്മ അതിന്റെ ഉള്ളിൽ കയറി കുത്തിരുന്നല്ലേ? മമ്മ എല്ലാന്നുണ്ടെങ്കിൽ സത്യട്ടോ. മമ്മ എല്ലാന്നുണ്ടെങ്കിൽ ഒന്നാവില്ലേ? കാരണം മമ്മയെ എറിഞ്ഞ് കുടിപ്പിച്ചാടൊക്കെ സെറ്റാക്കി വെച്ചത്. ഞങ്ങള് കൊറേ നിർത്താൻ നോക്കി, പക്ഷെ നിക്കണില്ലേ. അതൊരു കാര്യമില്ല. ശേഷം മണ്ണിട്ടിട്ട് അടുപ്പുകല്ല് പൊളിഞ്ഞു. ശരി, അതായിക്കോളി. നമുക്ക് വൈൻഡപ്പ് ചെയ്തല്ലോടാ. പിന്നെ മിക്കവാറും താത്താനോടൊക്കെ പോകേണ്ടി വരും. വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. വിളിച്ചിരുന്നപ്പോ പറഞ്ഞു വേദന ഇല്ലാന്ന് പറഞ്ഞു. വേദനക്കുള്ള ഗുളിക കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗുളികല്ല, മരുന്ന് ഇതാക്കിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യില്ലെന്നാ. അപ്പൊ ഗൈസ്, ഇന്നത്തെ ഒരു വ്ളോഗ് നമ്മളിവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് കാണാം. അതെല്ലാവർക്കും ഞാൻ കാട്ടി കൊടുക്കും. മമ്മ സംഭവം സെറ്റ് അല്ലേ നമ്മളത്? ഏത്? അങ്ങനെ ഗൈസ്, ഒരുപാട് നാളത്തിന് ശേഷം നമ്മൾ ഈ ടാങ്കിൽ വെള്ളം നിറയാൻ പോവാണ്. അതെ, ഇനി ഒരു 2-3 ദിവസം തുടങ്ങട്ടെ. കൊണ്ടുവരാതെ ഇനിയിപ്പോ ഗൈസ് നമുക്ക് പൈപ്പിൽ വെള്ളം തുറന്നാ മതി. അതെ, കക്കൂസൊക്കെ വെള്ളാവും. അതവിടെ തുറന്നിടും. അങ്ങനെ പോകും. നിങ്ങള് പടി പൂട്ടൂല. എന്തായാലും ഗൈസ്, ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വ്ളോഗ് ആയിട്ട് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. മമ്മ ഒരു അസ്സലാമു അലൈക്കും കൊടുത്തല്ലേ? അത് മമ്മ അടുപ്പ് തേക്കാൻ വേണ്ടി ഇതാക്കട്ടോ. അതിന്റെ ലാഭം കൊണ്ട് ഞാൻ ഇവിടെ അടുപ്പ് പണിയെടുക്കാൻ പോവുകയാണ്. ഓക്കെ ഉമ്മ വരി. എന്നാ വൈൻഡപ്പ് ചെയ്യാറുള്ളൂ. വൈൻഡപ്പ് ചെയ്യാല്ലേ മോണ്ട? ചെക്കൻ വാതിൽ വെക്കണ ചടങ്ങിലാണ്. അതെന്തായാലും വെക്കട്ടെ. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.